വൺ ഡേ വ്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുമ്പിക്കുട്ടി ജയിലിലാണ്. കാരണമൊന്നുമില്ല, കാരണമുണ്ട്, ഇല്ലാന്നല്ല ഉണ്ട്. ഇന്നലെ നമ്മളിവരെ എല്ലാ കുട്ടിപ്പട്ടാളങ്ങളെയും പിടിച്ചിട്ട് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മണിക്കുട്ടിയെ ഇറക്കി വിട്ടപ്പോഴത്തേക്ക് തുമ്പിയാണെങ്കിൽ ചെന്ന് മണിക്കുട്ടീനെ ഒരു കടി കൊടുത്ത്. അപ്പം മണിക്കുട്ടി വിടുവോ? അവളാണെങ്കിൽ ഭയങ്കര വില്ലത്തിയാ. അപ്പം അവള് വാരിയിട്ട് ഇവളെ കടിച്ച് പിരുത്ത്, അതിൻ്റെ കൂടെ ചക്കി കയറി കടിച്ച്, ജാനു കയറി കടിച്ച്. ഇവളെ ഇനി കടിക്കാൻ ഇനി ആരും ബാക്കിയില്ല. അപ്പം ആളിന് ഭയങ്കരമായിട്ട് മുറിവുകളൊക്കെ പറ്റി മരുന്നുകളൊക്കെ ഇട്ട് ഇരുത്തിരിക്കുകയാണ്. ഇന്നിനി രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പൊ ഇവിടെ ഇരുന്നു കൊണ്ട് എങ്ങോട്ടാ നോക്കുന്നതെന്ന് വെച്ചാൽ ഇതുണ്ട്. അണ്ണൻ വീട്ടിന്റെ മണ്ടേ നിൽക്കുന്നത്, വൃത്തിയാക്കാൻ കയറിയതാ. എന്നിട്ട് അവിടെ നിൽക്കുന്ന അവന്മാരെടുത്ത് ഓരോ ആക്ഷനുകൾ കാണിച്ച് അവന്മാരെ സ്നേഹിക്കുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുക, അസൂയ പോയിട്ട്. ജിമ്മിക്ക് കിട്ടിയിരുന്നില്ല, ആരുടെയോ ഒരാളുടെ കയ്യിൽ നിന്ന് ജിമ്മിക്കും ഇന്നലെ കടി കിട്ടി. ജിമ്മിയുടെ ചെവിയിലും ഒരു ഊട്ടയൊക്കെ വീണിട്ടുണ്ട്. അത് പക്ഷെ ഉണങ്ങി രാവിലെ ആയപ്പോഴത്തെ. അത് ജിമ്മിയും ജാക്കിയാണ് കേട്ടാ. അണ്ണൻ രാവിലെ വീടിന്റെ വേളി വൃത്തിയാക്കാൻ കയറിയിട്ട് അവിടെ നിന്നോണ്ട് പിള്ളേരെ സ്നേഹിക്കുക. ഇപ്പൊ ചാടാക്കത്തില്ല, ഇത് കണക്ക് വേലി കെട്ടിയിരിക്കുക. ഫുൾ നമ്മൾ വേലി കവർ ചെയ്ത് കെട്ടിയിരിക്കുക. ഒറ്റത് ജിമ്മിക്കുട്ടനെ ഇവിടെ ആക്കിയപ്പോ അതിന്റെ മണ്ടേന്ന് പിന്നെ വീട്ടിന്റെ മണ്ടേ ചാടും. അവിടുന്ന് പിന്നെ അപ്പുറത്തെ വീട്ടുകാരെ മണ്ടേ ചാടും. ഈ നിപ്പോക്കിയത് എന്തോന്നാ ഇങ്ങനെ നിൽക്കുന്നേ? ബാക്കിയുള്ളവരെന്തേ? ജാനു കൊണ്ട് കിട്ടിയ അവസരം മുതലാക്കി കേട്ടോ. അവളും കൊടുത്ത് ആർക്ക്? തുമ്പിക്കൊരു പണി. പാവ എൻ്റെ തുമ്പിനെ എല്ലാം കൂടെ വാരിയിട്ട് കടിച്ച് പിരുത്തുകളഞ്ഞു. നമ്മളങ്ങ് ഓടി എത്തുന്നതിന് മുമ്പ് കുറേ കടി കിട്ടി തുമ്പിക്ക്. ഈ താഴെന്ന് ഓടി അങ്ങ് മേളിലെത്തണ്ടേ. അതുകൊണ്ടേ വൈറ്റി അതിനകത്തില്ലായിരുന്നു കേട്ടോ. വൈറ്റിനെ കൂട്ടിലാക്കിയിരുന്നത് കാരണം തുമ്പി താഴെ വരുന്നതുകൊണ്ട് വൈറ്റിയെ കൂട്ടിലാക്കിയിരുന്നു. അതുകൊണ്ട് തുമ്പീനെ ആക്രമിക്കുന്നതിൽ വൈറ്റി ഇല്ലായിരുന്നു. ഏറ്റവും മെയിൻ കാന്താരി ഇതാണ്. അയ്യോ, നമ്മളൊക്കെ വിചാരിച്ചത് പാവമാണെന്ന്. പക്ഷേ ഭയങ്കര സാധനമാണ് കേട്ടാ. വിചാരിക്കണ കണക്കൊന്നുമല്ല. കടി കൂടി കഴിഞ്ഞാൽ പിന്നല്ലേ പ്രേതബാധ കയറി കണക്കാണ് പെണ്ണിന്. മണിക്കുട്ടി പാവമെന്ന് പറഞ്ഞിരുന്നിട്ട് ഇപ്പം കാണിച്ചു കൂട്ടുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പാവം തുമ്പി എന്തായാലും എന്തോടി നീ ചെയ്തേ? ഒരു കള്ളി ഇതുണ്ടല്ലേ കടിച്ച് പിരുത്തുകൾ. ഇതിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ മണിക്കുട്ടി ഭയങ്കര ഡേഞ്ചറാട്ടാ. നമ്മളെ ഒന്നും ചെയ്തില്ല. നമ്മളിനി എന്തൊക്കെ ചെയ്താലും, അതായത് അവൾക്ക് വേദനയുള്ള ഭാഗത്ത് തൊടയെ പിടിക്കുക എന്നൊന്നും അനങ്ങത്ത് പോലുമില്ല. പക്ഷേ ഇവരിൽ ആരെങ്കിലും അവളെ തൊട്ട അവൾ വെറുതെ വിടത്തില്ല. അവൾ കാന്താരി എന്ന് പറഞ്ഞാൽ ഭയങ്കര കാന്താരിയാ. ചെറിയ കാന്താരിയൊന്നും അല്ല, അല്ല എരിവുള്ള കാന്താരിയാ. പോയാ അവിടെ നിന്നവരൊക്കെ അങ്ങ് പോയാ? വാടേ പാപ്പലോ, പാപ്പാ. അണ്ണൻ വീട്ടിൻ്റെ മണ്ടയിൽ കയറിയിരിക്കുക. ഇവിടെ മൊത്തം ഇല, അതാണ്ട് മരങ്ങളൊക്കെ വളർന്ന് കിടക്കുന്നുണ്ട. വീടിൻ്റെ മണ്ടയിലോട്ടാണ് വളർന്ന് കിടക്കുന്നത്. എല്ലാം ഫ്രൂട്ട്സിൻ്റെ മരങ്ങളാണ്. അതിൻ്റെ ഇലകൾ കംപ്ലീറ്റ് അവിടെയും ഇവിടെ താഴെയൊക്കെ ആയിട്ട് വീണ് കിടക്കും. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ഒരാൾ എന്നെ ചുറ്റിപ്പറ്റി മണത്ത് നടക്കുക. ഞാൻ പുതിയ നൈറ്റ് മേടിച്ചിട്ടത് അതിൻ്റെ സ്മെല്ല് പിടിച്ചെടുക്കുവാണ്. എന്താണ്? ഇമ്പ്രൂട്ടി. ആരും കഴുത്തി ബെൽറ്റ് ഇല്ലാത്ത എല്ലാവരെയും ബെൽറ്റ് കഴുകിയിട്ടിരിക്കുന്നു. അത് കാരണമാണ് ആർക്കും ബെൽറ്റ് ഇല്ലാത്ത. ഇന്ന് കൊണ്ട് കളയട്ടാ, വേണ്ട അമ്മക്ക് ഇവിടെ. തുമ്പീനെ ഇന്നലെ എല്ലാവരും കൂടെ കടിച്ചത് നീ കണ്ട? ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും ഒന്നും അറിയാതെ എന്തോ എടുത്തു വെച്ച് കടിച്ചുകൊണ്ടിരിക്കണേണ്ട. കേക്കോ നീ ഇന്നലെ എന്തോ തുമ്പിയെ ചെയ്തേ? ഇന്നലെ എന്തോ തുമ്പിയെ ചെയ്തേന്ന്? കേക്കോ പാക്കോ കിടന്ന് എന്നിട്ട് ഇനി വിളിക്കും ബാന്ന്. എൻ്റെ പട്ടി വരും നിന്നെ തടവാൻ. നീ എൻ്റെ തുമ്പി എന്തെങ്കിലും ഉപദ്രവിച്ചു, അതുകൊണ്ട് നിന്നോട് ഞാൻ മിണ്ടത്തില്ല. പോ നീ. അവൾക്ക് കിട്ടി കടി. ഇതാണ്ട് ഇവിടെ ചെവിയിലൊക്കെ കിട്ടി. കുറച്ചൊക്കെ തുമ്പി കൊടുത്തു. ജിമ്മിയേ, ജാക്കി. അത് ജിമ്മി തന്നെ. ബെൽറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒന്നിനും തിരിച്ചറിയാൻ വയ്യ. അതാണ്ട് ജാക്കി വന്ന്, ചക്കി വന്ന്. ജാക്കി ഇതെന്തോ എൻ്റെ മണ്ടേ കൂടെ കയറിയിരിക്കുന്നേ? മറിച്ചിടും എല്ലാം കൂടാ. ചക്കപ്പഴം വന്ന്. ചക്കി ഭയങ്കര സാധനം. എല്ലാണോ വില്ലത്തികളാ. ചെറുക്കന്മാർ വലിയ പ്രശ്നമില്ല, വെറുതെ വഴക്കുണ്ടാകും ഈ പെമ്പിള്ളേര്. ചക്കി ഇന്ന് നോട്ടം കണ്ട. അങ്ങനെ നമ്മൾ തുമ്പി കുറേ പരിക്കൊക്കെ പറ്റി. തുമ്പി അതിനെ നമ്മൾ പ്രത്യേക സെല്ലിലിട്ടിരിക്കുകയാണ്. ഇല്ലേ, ചെന്ന് കയറി അടി മേടിച്ചിട്ടില്ലേ? അവൾ ഇങ്ങോട്ട് വന്നില്ല, നീ അങ്ങോട്ടൊന്നും മേടിച്ചു കൊടുത്തില്ല. കാരണം കഴുത്തിലൊക്കെ മുറിവാണ്, മരുന്നിട്ടിരിക്കുക. അതുകൊണ്ട് പള്ള ഭാഗത്ത് കൈയിൻ്റെ ഇവിടെയൊക്കെ മുറിവാ. അവിടെ അടിഭാഗത്തൊക്കെ മുറിവാണ്. എല്ലാം മരുന്നിട്ടിരിക്കുക. കടിച്ച് പിരുത്തുകളാണ്. എന്നിട്ടെന്താ അവളെ കാണുമ്പം ദേഷിക്കുക മണിക്കുട്ടി.
ദേഷിക്കുന്ന എന്തിനാ? ചെവി എല്ലാം അതാണ്ട്, ചെവി ഉണ്ട, ചെവി മുറിഞ്ഞിരിക്കുന്നുണ്ട്, ചെവി കഴുത്ത് എല്ലായിടവും കടിച്ച് പറിച്ച്. നമ്മൾ ഓടി അങ്ങ് മുകളിൽ എത്തുന്നതിന് മുമ്പ് ഇത്രയും കടി കിട്ടി. അവിടെ ചെന്നാൽ പിടിച്ചു മാറ്റിയാൽ മാറുമോ? മാറത്തില്ല. പിന്നെ എങ്ങനെയൊക്കെ പാത്രമൊക്കെ എടുത്ത് കൊട്ടി സൗണ്ട് ഉണ്ടാക്കുമ്പോഴാണ് മാറുന്നത്. അല്ലാതെ കടിപിടി കൂടുമ്പോൾ നമ്മളൊന്ന് പിടിക്കുകയോ വലിച്ചു മാറ്റിയോ വെള്ളം എടുത്ത് ഒഴിക്കാനോ ഒന്നും രക്ഷയില്ല. ഞാൻ അവസാനം എൻ്റെ ഒറ്റ വഴിയുള്ളൂ, പാത്രം എടുത്ത് ചറപറ കൊട്ടുമ്പോഴത്തേക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ തലയെ കയ്യും വെച്ച് ഓടും എല്ലാണോ. അങ്ങനെയാണ് ഈ വഴക്കൊക്കെ നിർത്തുന്നത്. കാന്താരി കഴുത്തിലല്ലേ, അവൾക്ക് ചെവിയിലാണ് കിട്ടിയത്. ചെവി അവളതും ഉണങ്ങി, പക്ഷെ മറ്റൊക്കെ കാര്യമായിട്ട് കിട്ടി. മുഖത്തോടെ കടി കൂടിയിട്ട് രണ്ടും കൂടെ മുഖത്തോട് മുഖം നോക്കി ഇരിക്കുന്നതാ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ.